ന്യൂസിലൻഡിലെ ഒരു പേര് കേട്ട ഒരു സിറ്റിയാണ് നമ്മളിന്ന് കാണുന്നത്, റോട്ടറൂവ. ഇവിടെ സിറ്റി എന്ന് വിളിക്കാൻ ഒരു 50,000-ന് മേലെ ആൾക്കാരുടെ താമസവും കുറച്ച് ഫെസിലിറ്റിയൊക്കെ ആയി ഇവിടെ സിറ്റിയായി. ഈ സ്ഥലം ജിയോ തെർമൽ ആക്ടിവിറ്റീസിനാണ് കുറച്ച് പേര് കേട്ടത്. നമ്മളുടെ മലയാളികളുടെ ഇടയിൽ ഈ സ്ഥലം ഫേമസ് ആയത് ലൈഫ് ഓഫ് ജോസൂട്ടി പടത്തിന് ശേഷമാണ്. ആ ഫിലിമിൽ ന്യൂസിലൻഡ് എപ്പിസോഡ്സ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റിയിലാണ്. ഈ ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റി, സൾഫർ, ആൽക്കലൈൻ ലേക്ക്, റോട്ടറൂവ ലേക്ക്, ഇതിൻ്റെയൊക്കെ ഒരു റീസൺ കാരണം ഈ ഏരിയയിൽ മൊത്തം ഒരു പ്രത്യേക മണമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വന്നിറങ്ങിയപ്പോൾ നമ്മുടെ കൊച്ചി കായലിൻ്റെ അടുത്ത് ഇറങ്ങിയൊരു ഫീലിംഗ് ആയിരുന്നു തോന്നിയത്. ന്യൂസിലാൻഡിൽ ഫാമിലി ട്രിപ്സ് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു പ്ലാനിങ് നല്ലതാണ്, പക്ഷെ നമ്മുടെ ഇവിടുത്തെ വെതർ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അതൊരു പ്രശ്നം. ഇവിടെ സ്കൈ ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു അഡ്വെഞ്ചർ സ്പോട്ട്. നമ്മൾ കുട്ടികൾക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് മേ ബി ആ പോളിനേഷ്യൻ സ്പാ എന്ന് പറഞ്ഞ ഹോട്ട് പൂൾസ് ഉള്ള ഒരു പ്ലേസ് ഉണ്ട് ഈ ഗാർഡൻ്റെ അടുത്ത് തന്നെ. പിന്നെ വരുന്ന ഈ സ്കൈ ലൈൻ, ഈ രണ്ട് പ്ലേസസ് ആയിരിക്കും കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക. ബാക്കി ഈ ജിയോ തെർമൽ ആക്ടിവിറ്റിയും ഇതൊന്നും പിള്ളേർക്ക് ക്ലിക്ക് ആവണം എന്നില്ല. സ്കൈ ലൈനിൽ പല പാക്കേജസും പല റേറ്റ്സും ഒക്കെ ആയിട്ട് അവിടെ റൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അഡ്വഞ്ചർ ടൂറിസം പോലത്തെ റൈഡ്സ് ആണ്. വയസ്സായവർക്ക് താല്പര്യം വേണമെന്നില്ല. അത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി വർത്ത് ഇറ്റ്. ഞങ്ങൾ ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഒരു കൈക്കുഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങി അവസാനം എത്തിപ്പെട്ടത് ഒരു 3D ആർട്ട് ഗാലറിയിലാണ്. ഇത് എൻ്റെ മൂത്ത ആളിത് എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊന്നും അത്രയ്ക്കങ്ങ് ഇതായി തോന്നിയില്ല. ബട്ട് ഇതിൻ്റെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ആയിക്കൊള്ളാലോ എന്നിങ്ങനെ തോന്നി. നാട്ടിൽ നമ്മൾ ഫാമിലിയായിട്ടൊരു വീക്കെൻഡ് ട്രിപ്പ് പോകുമ്പോഴത്തെ ഒരു ഓളവും ബഹളവും ഒരു ഫീലിങ്ങും അത് ഇവിടെ കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ് കേട്ടോ. എനിക്കെപ്പോഴും ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, എന്തൊക്കെയോ മിസ്സിങ് ഫീലിംഗ് ആണ് തോന്നാറ്. അത് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഒരു എന്താ പറയുക, ആംബിയൻസ് തന്നെ ഡിഫറെൻ്റ് അല്ലേ. നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴിക്ക് പോയാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു പാക്കേജാണ്. നമുക്കൊരു ABCDEFGHIJK ഇത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് കിട്ടും. ബട്ട് ഇവിടെ നമുക്ക് എന്താ പറയുക, ഒന്നോ രണ്ടോ കാര്യങ്ങൾ അത്രയ്ക്കുള്ളൊരു സ്കോപ്പേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അഡ്വഞ്ചറസ് ആയിരിക്കണം. ഈ പറയുന്ന പോലെ റാഫ്റ്റിങ്ങും ഡൈവിങ്ങും അങ്ങനെ സൈക്ലിങ്, ട്രക്കിങ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമുള്ള ഒരു അഡ്രിനാലിനുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അത് എഗെയിൻ ഫാമിലീസായിട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ സമയം തെറ്റിയെത്തിയൊരു പ്ലേസാണ്. സമയം തെറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് ഓക്കെ. ബട്ട് തണുപ്പായി തുടങ്ങി. റെഡ്വുഡ് ട്രീസ് അല്ലെങ്കിൽ ട്രീ വാക്ക് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉള്ള ഒരു റെഡ്വുഡ് അല്ലെങ്കിൽ സെക്വയ ട്രീസ്. നമ്മൾ കുഞ്ഞിൽ പഠിച്ചിട്ടുണ്ടാവും ദ ടോളസ്റ്റ് ട്രീ ഇൻ ദ വേൾഡ്, സെക്വയ. അതിൻ്റെ എളുപ്പപ്പേരാണ് ഈ റെഡ്വുഡ് ട്രീസ്. ഇത് ട്രീസിനെ കണക്ട് ചെയ്ത് അവർ മേലേക്കൂടെ ഒരു പാത്ത് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നടന്ന് ആ ഒരു ഫോറസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇത് ന്യൂസിലൻഡിലെ വൺ ഓഫ് ദി മസ്റ്റ് വിസിറ്റ് പ്ലേസസ് എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റിൻ്റെ പ്രസൻസ് കുറച്ച് കാര്യമായിട്ട് ഫീൽ ചെയ്തു. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്സ് ഉണ്ട്. ഇതിൽ ഡേ വാക്കും ഉണ്ട്, നൈറ്റ് വാക്കും ഉണ്ട്. രണ്ടും എനിക്കൊന്ന് സിമിലർ ടിക്കറ്റ് റേറ്റ്സ് ആണ്. നൈറ്റിൽ അവർ വളരെ മിനിമൽ കുറച്ച് ലൈറ്റ്സും കൂടിയും വരും. ഡേ ടൈം ആയിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ആംബിയൻസ്, നമുക്ക് സീനറീസ് കണ്ട് ക്ലൈമറ്റും കുറച്ച് നല്ലതായിരിക്കും. നൈറ്റിൽ ഓൾമോസ്റ്റ് ഒരു ഡാർക്ക് തന്നെയാണ്, ചെറിയൊരു ലൈറ്റിംഗ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇറ്റ് ഗെറ്റ്സ് കോൾഡ്. കുഞ്ഞുങ്ങളെ നമ്മൾ കയ്യിൽ ക്യാരി ചെയ്യാൻ പാടില്ല. അവർ നമുക്ക് ബഗ്ഗീസ് പ്രൊവൈഡ് ചെയ്യും, അതിൽ ഇരുത്തി കൊണ്ടുപോവാം ട്രീ വാക്കിന്. ഇതിപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് പല റൂട്ട്സ് ഉണ്ട്, സൈക്കിൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെൽഫ് നാവിഗേറ്റ് ചെയ്ത് നടക്കാം. ഇതും നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ട്രീ വാക്കിൻ്റെ എക്സ്പെൻസ് എടുക്കാതെ തന്നെ റെഡ്വുഡ് ഫോറസ്റ്റിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഞങ്ങൾ ആസ്വദിച്ച് ഈ നൈറ്റ് ലൈഫിൻ്റെ ഒരു ആംബിയൻസും കണ്ട് ഞങ്ങൾ റിട്ടേൺ അടിച്ചു.
With that, I conclude. Thanks for watching. Bye.